ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജനറൽ പേപ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ടോപ്പിക്കാണ്. റൗണ്ട് ടേബിൾ കോൺഫറൻസ് അല്ലെങ്കിൽ വട്ടമേശ സമ്മേളനങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. റൗണ്ട് ടേബിൾ കോൺഫറൻസ് ലണ്ടനിൽ വെച്ചാണ് നടത്തിയിട്ടുള്ളത്. വട്ടമേശ സമ്മേളനങ്ങൾ ലണ്ടനിൽ നടക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് 1927 ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ആ കമ്മീഷൻ്റെ പേരാണ് സൈമൺ കമ്മീഷൻ. 1927 സൈമൺ കമ്മീഷൻ രൂപീകൃതമായത്. ഇന്ത്യയിലെത്തിയത് 1928 ഫെബ്രുവരി 3 ഈ കമ്മീഷൻ 1930 റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലണ്ടനിൽ വെച്ച് ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും തമ്മിൽ ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടാണ്. അതാണ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1930, 31, 32 ഈ 3 വർഷങ്ങളിലായിട്ട് 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് 1930. 1930 ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നിട്ടുള്ളത്. നടന്ന സ്ഥലം ലണ്ടനാണ്. ലണ്ടനിൽ വെച്ചാണ് വട്ടമേശ സമ്മേളനം നടന്നിട്ടുള്ളത്. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തിയാണ് റാംസെ മക്ഡൊണാൾഡ്. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തിയാണ് റാംസെ മക്ഡൊണാൾഡ്. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കളാണ് തേജ് ബഹദൂർ സപ്രു, BR അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന. തേജ് ബഹദൂർ സപ്രു, BR അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന ഇവരാണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കൾ. ഈ ഒരു സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആരും തന്നെ പങ്കെടുത്തിരുന്നില്ല. പ്രത്യേകിച്ചും ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നുള്ള ഒരു പ്രതിനിധിയെ പങ്കെടുപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. കാരണം അക്കാലത്തെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പാർട്ടി അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സംഘടന എന്ന് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അവരുടെ ഒരു പങ്കാളിത്തം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നാം വട്ടമേശ സമ്മേളനം ഒരു പരാജയമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം ഇന്ത്യയിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത്. ഈ സമരങ്ങളെല്ലാം തന്നെ ബ്രിട്ടീഷുകാരുടെ നിയമത്തെ എതിർത്തുകൊണ്ടാണ്. അപ്പം അങ്ങനെ എതിർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് സാധ്യമായ ഒന്നല്ല. അതുകൊണ്ട് തന്നെ അവർ പങ്കെടുത്തില്ല. അതൊരു പരാജയമായിട്ട് കണക്കാക്കുകയാണ് ചെയ്തത്. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയി ആയിരുന്ന വ്യക്തിയായിരുന്നു ഇർവിൻ പ്രഭു. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന വ്യക്തിയാണ് ഇർവിൻ പ്രഭു. ഈ ഒരു സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തത് 74 പ്രതിനിധികളാണ്. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 74. ഇനി രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് 1931. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷമാണ് 1931. ഈ വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് ഗാന്ധിജി പങ്കെടുത്തു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച വ്യക്തിയായിരുന്നു ഗാന്ധിജി. ഇതിൽ പങ്കെടുക്കാനുണ്ടായ കാരണം ഗാന്ധിയും ഇർവിനും, ബ്രിട്ടീഷ് വൈസ്രോയി ആയിട്ടുള്ള ഇർവിനും തമ്മിൽ ഒരു സന്ധിയിൽ ഏർപ്പെടുകയും അത് ഗാന്ധി ഇർവിൻ സന്ധി അല്ലെങ്കിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഈ ഉടമ്പടി പ്രകാരമാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത്. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് 1931. ഇതിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ് ഗാന്ധിജി. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ കാരണമായത് ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. ഇനി കോൺഗ്രസ് പങ്കെടുത്ത വട്ടമേശ സമ്മേളനം എന്ന് ചോദിച്ചാലും രണ്ടാം വട്ടമേശ സമ്മേളനം തന്നെയാണ്. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം, 3 സമ്മേളനങ്ങൾ നടന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ പങ്കെടുത്തത് ഒരേ ഒരു വട്ടമേശ സമ്മേളനത്തിലാണ്. അത് രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ്. ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ലണ്ടനിൽ എത്തിയ വർഷം 1931. ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവെച്ചത് 1931 മാർച്ച് 5. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയി ആയിരുന്നത് എന്ന് നമ്മൾ പഠിച്ചു ഇർവിൻ പ്രഭു ആയിരുന്നു. എന്നാൽ 2ഉം 3ഉം വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ വൈസ്രോയി ആയിരുന്നത് വെല്ലിംഗ്ടൺ പ്രഭുവാണ്. 2ഉം 3ഉം വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ വൈസ്രോയി ആയിരുന്ന വ്യക്തിയാണ് വെല്ലിംഗ്ടൺ പ്രഭു.
രണ്ടാം വട്ടമേശ സമ്മേളനവും നമുക്കറിയാം ലണ്ടനിൽ വെച്ച് തന്നെയാണ് നടന്നത്. വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായിരുന്ന വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ. വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായിരുന്ന വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ. ഈ വട്ടമേശ സമ്മേളനത്തിൽ വെച്ച് ഗാന്ധിജി പുത്രികാ രാജ്യ പദവി ഉടനെ നൽകണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി ഉടനെ തന്നെ നൽകണമെന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടു. എന്നാൽ അത് നിരാകരിച്ചു. അതോടുകൂടെ ഈ രണ്ടാം വട്ടമേശ സമ്മേളനം പരാജയപ്പെട്ട ഒരു സമ്മേളനമായിട്ട് ഗാന്ധിജി കണക്കാക്കുകയും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് വീണ്ടും നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്തു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ വനിതകളെ പ്രതിനിധീകരിച്ച വ്യക്തിയായിരുന്നു സരോജിനി നായിഡു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ വനിതകളെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ് സരോജിനി നായിഡു. അടുത്തത് മൂന്നാം വട്ടമേശ സമ്മേളനമാണ്. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് 1932 മൂന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1932. ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ 46 പേരായിരുന്നു. മൂന്നാം വട്ടമേശ സമ്മേളനത്തിനെത്തിയ പ്രതിനിധികളുടെ എണ്ണം 46. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ് BR അംബേദ്കർ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ BR അംബേദ്കറും തേജ് ബഹദൂർ സപ്രു ആണ്. ഡോക്ടർ BR അംബേദ്കർ, തേജ് ബഹദൂർ സപ്രു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമത്തിന് കാരണമായി തീർന്ന വട്ടമേശ സമ്മേളനമാണ് മൂന്നാം വട്ടമേശ സമ്മേളനം. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമത്തിന് കാരണമായി തീർന്ന വട്ടമേശ സമ്മേളനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാം വട്ടമേശ സമ്മേളനമാണ്. നമുക്കൊന്നുകൂടെ നോക്കാം. റൗണ്ട് ടേബിൾ കോൺഫറൻസ് അല്ലെങ്കിൽ വട്ടമേശ സമ്മേളനം നടന്നത് 1930, 31, 32 വർഷങ്ങളിലാണ്. 1930 ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത്. ലണ്ടനിൽ വെച്ചാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നിരുന്നത്. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തിയായിരുന്നു റാംസെ മക്ഡൊണാൾഡ്. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയി ആയിരുന്ന വ്യക്തിയായിരുന്നു ഇർവിൻ പ്രഭു. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 74. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് 1931. ഈ സമ്മേളനത്തിലാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഗാന്ധിജി പങ്കെടുക്കുന്നത്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ കാരണമായത് ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. 1931 മാർച്ച് 5 ഒപ്പുവെച്ച ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരമാണ് ഗാന്ധിജി പങ്കെടുത്തത്. കോൺഗ്രസ് പങ്കെടുത്ത വട്ടമേശ സമ്മേളനം എന്ന് ചോദിച്ചാലും ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം എന്ന് ചോദിച്ചാലും രണ്ടാം വട്ടമേശ സമ്മേളനമാണ്. ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ലണ്ടനിൽ എത്തിയത് 1931. 2ഉം 3ഉം വട്ടമേശ സമ്മേളന സമയത്ത് ഇന്ത്യൻ വൈസ്രോയി ആയിരുന്ന വ്യക്തി വെല്ലിംഗ്ടൺ പ്രഭുവാണ്. വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായിരുന്നത് മദൻ മോഹൻ മാളവ്യയാണ്. വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായിരുന്ന വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ വനിതകളെ പ്രതിനിധീകരിച്ചത് സരോജിനി നായിഡു ആണ്. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് 1932. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത് 46 പ്രതിനിധികളാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി BR അംബേദ്കർ, തേജ് ബഹദൂർ സപ്രു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമത്തിന് കാരണമായി തീർന്ന വട്ടമേശ സമ്മേളനമാണ് മൂന്നാം വട്ടമേശ സമ്മേളനം. ഈ 3 വട്ടമേശ സമ്മേളനങ്ങൾക്കും ശേഷമാണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. 1932 കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. ഈ സമ്മേളനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ ഒരു അവാർഡ് റാംസെ മക്ഡൊണാൾഡ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള റാംസെ മക്ഡൊണാൾഡ് ആണ് ഈ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വട്ടമേശ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്നുള്ള ഭാഗത്ത് ഇത്രയും ചോദ്യങ്ങളാണ് സാധാരണ ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം വൃത്തിയായി പഠിച്ചാൽ മതി. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്